ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 551 വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാട് പള്ളിക്കുമൊക്കെ അടുത്ത്, അല്ലെങ്കിൽ മണർകാട് ജംഗ്ഷനൊക്കെ അടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് ഒറവയ്ക്കൽ. ഇത് ഞാൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ എടുത്തു പറയുന്നത്. ഒറവയ്ക്കലൊക്കെ നമ്മുടെ ഏരിയ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്, എങ്കിലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. കോട്ടയം ടൗണിൽ നിന്നും കേക്ക് റോഡ് വഴി വരുമ്പോൾ മണർകാട് കിടങ്ങൂർ റോഡിലുള്ള അല്ല മണർകാട് പള്ളിക്കൊക്കെ അടുത്തുള്ള സ്ഥലമാണ് ഒറവയ്ക്കൽ. ഒറവയ്ക്കൽ ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. നിങ്ങൾക്ക് വീടുകൾ വയ്ക്കുവാനോ വാങ്ങാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ടു മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. കിടിലനൊരു വീടാണ്. 8.5 സെൻറ്റ് സ്ഥലം. 8.5 കറക്റ്റല്ല, കുറച്ചങ്ങോട്ട് മുമ്പോട്ടേ വ്യത്യാസം വരത്തുള്ളൂ. 8.5 സെൻറ്റ് കൂടുതലുണ്ട്. 2100 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമുകളുള്ള ഒരു കിടിലൻ വീടാണ്. ധാരാളം മുറ്റവും ഒക്കെ ധാരാളമുള്ള ഒരു വീടാണ്. നല്ലൊരു മോഡേൺ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. പ്രകൃതിയുമായിട്ട് വളരെ ഒത്തനയും കിടക്കുന്ന നല്ല പച്ചപ്പൊക്കെയുള്ള ഒരു ഏരിയയാണ്. യാതൊരു ശബ്ദ മലിനീകരണമോ അല്ലെങ്കിൽ വായുവിൻ്റെ മലിനീകരണമോ ഒന്നുമില്ലാത്ത, പ്രകൃതിയുടെ യാതൊരു ദോഷങ്ങളൊന്നുമില്ലാത്തൊരു ഏരിയയാണ്. വെള്ളപ്പൊക്ക ഭീഷണിയോ കാര്യങ്ങളൊന്നുമില്ല. 400 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണർ ഈ പ്രോപ്പർട്ടിയിലുണ്ട്. എല്ലാം അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. വാസ്തുപ്രകാരമൊക്കെ എല്ലാം നോക്കിയും കണ്ടും ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നല്ല റിങ്ങൊക്കെ കൊത്തിയിറക്കി നല്ല കറ്റി ആണ് നമ്മുടെ കിണർ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഒരു വശത്തൂടെ കറങ്ങി നമുക്ക് പുറകിലെ വശത്തായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു വശത്തൂടെ നമുക്ക് 2 പേർക്ക് സുഖമായിട്ട് നടന്നു പോകുന്ന രീതിയിലുള്ള ഇടയുണ്ട്. 800 മീറ്റർ മാത്രമാണ് ഒറവയ്ക്കൽ ജംഗ്ഷനിലോട്ടുള്ള ദൂരം. ബസ് സ്റ്റോപ്പിലേക്ക് വെറും 400 മീറ്റർ ദൂരമേ ഉള്ളൂ. പുറകിലൊരു കിണറൊക്കെ അലക്കുകലൊക്കെ കൊടുത്തിട്ടുണ്ട്. അടുക്കള നേരെ ആ സൈഡിലായിട്ടാണ് അലക്കുകല് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ ആ ഒരു വ്യൂ ആണ് നമുക്ക് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. വീടുകളൊക്കെ ധാരാളമുള്ള ഏരിയയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ മുൻവശത്തായിട്ടാണ് വീടുകൾ കൂടുതലും. ബാക്ക് വശത്തും ഇച്ചിരി മാറിയൊക്കെ ആയിട്ട് നമുക്ക് വീടുകൾ കാണുവാൻ കഴിയും. പക്ഷേ മുൻവശത്താണ് ധാരാളം വീടുകൾ. റോഡിനോട് ചേർന്ന് തന്നെ വീടുകൾ ധാരാളമുണ്ട്. 3.2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മണർകാട് ചർച്ചിലേക്ക്, അല്ലെങ്കിൽ മണർകാട് ജംഗ്ഷന്, മണർകാട് കാവുമ്പടി ജംഗ്ഷന്. ഇതെല്ലാം ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ നിൽക്കുന്നു. നമ്മളിത് ആ വീടിൻ്റെ അടുക്കള വശവും കഴിഞ്ഞ് നമ്മൾ ആ സൈഡിലായിട്ട് എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, വീടിൻ്റെ ഏരിയയിൽ ധാരാളം വീടുകളൊക്കെ ഉണ്ട്. ഇതൊരു സ്ഥലത്ത് ഫ്ലോട്ടുകൾ തിരിച്ച് വീടുകൾ വെച്ചതാണ്. അതിനകത്തെ വീടുകളൊന്നാണ്. ഇതിൽ നമുക്ക് ഒരു വീടും കൂടെ കൊടുക്കാനുണ്ട്. തൊട്ടടുത്ത് ആ കാണുന്ന വീട്, അതും നമുക്ക് ഈ ഒരു സെയിം ഇതിൽ തന്നെ കുറച്ച് വില വ്യത്യാസവും സ്ക്വയർ ഫീറ്റിന് ചെറിയ വ്യത്യാസവും, പിന്നെ റൂം അത് 3ഉം ഇത് 2ഉമാണ്. അതിൻ്റെ വീട് ഞാൻ ഇതിൻ്റെ പിന്നാലെ ഇടുന്നതാണ്. 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. കോട്ടയം ടൗൺ എന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ എന്നിവ വേണ്ട എല്ലാ ആവശ്യങ്ങളും നമുക്ക് പോകേണ്ടതായിട്ട് സ്ഥലമാണ് കോട്ടയം ടൗൺ. കോട്ടയം ടൗണിലേക്ക് വെറും 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മളിത് ആ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നല്ല രീതിയിൽ തന്നെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, അതോടൊപ്പം തന്നെ ആ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെ കിച്ചണിലേക്കുള്ള ഒരു കിച്ചൻ്റെ ഡോറൊക്കെ നല്ല ഗ്ലാസും വുഡും ഒക്കെ ചെയ്തിരിക്കുന്നു. എല്ലാം നല്ല ഗുണനിലവാരമുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ആ ഒരു ഭംഗി എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല കബോർഡ് വർക്കുകളൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം നല്ല വലിപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല വീതിയുള്ള വിസ്താരമുള്ള 3 ബാൽക്കണി ജനാല കൊടുത്തേക്കുന്നുണ്ട്. ധാരാളം വെളിച്ചം നമുക്ക് വരുന്നുണ്ട്. ബാത്റൂം അറ്റാച്ച്ഡാണ്. ഡോർ തുറന്ന് നോക്കുമ്പോൾ നല്ല വിശാലമായ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള റൂമുകളിലേക്കും പോകാം. ഞാൻ പറഞ്ഞല്ലോ, ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെയർകേസിൻ്റെ തൊട്ട് താഴെ തന്നെ അതിൻ്റെ വാഷ് ബേസിനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. 2ാമത്തെ ബെഡ്റൂം താഴത്തെ തന്നെ 2ാമത്തെ ബെഡ്റൂമാണിത്. നല്ല വലിപ്പമുള്ള, നല്ല ഭംഗിയുള്ള, നല്ല പെയിൻ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോറിനോട് ചേർന്ന് തന്നെ ബാത്റൂമും കാണാം. ഇവിടെ നല്ല കളർഫുള്ളായിട്ടുള്ള ടൈലൊന്നും അങ്ങനെ നമുക്ക് ഒരു അരോചകത്വം തോന്നുന്ന രീതിയിലുള്ള യാതൊരു ഫിറ്റിങ്സോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിൻ്റെ വീടിൻ്റെ സ്റ്റെയർ കേസ് ഒന്ന് കടന്ന് മുകളിലേക്ക് പോകാം.
സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് റെയിലൊക്കെ നല്ല രീതിയിൽ തന്നെ സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. അതുകൂടാതെ ധാരാളം വെളിച്ചം ലഭിക്കുന്ന രീതിയിൽ സ്റ്റെയർകേസിൻ്റെ അവിടുത്തെ ആ ഒരു ഡെക്കറേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ നല്ലൊരു ലിവിങ് ഏരിയയാണ് കാണുന്നത്. പണിക്കാരുടെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ പണികളൊക്കെ എല്ലാം തീർന്നു വരുന്നേ ഉള്ളൂ, ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് എത്തുന്നേ ഉള്ളൂ. പുതിയ വീടാണ്. അപ്പം ആദ്യത്തെ ബെഡ്റൂം, മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം നമ്മൾ കണ്ടല്ലോ. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. നല്ല രീതിയിൽ തന്നെ ആ ഒരു ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് താഴോട്ടുള്ള സ്റ്റെയർ കേസ്. ഒരു പക്ഷേ ഇതാണ് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം നൽകി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇതിനും ബാത്റൂം ഇവിടെയായിട്ടാണ് നൽകിയിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ബാത്റൂം. നമുക്ക് ബാത്തിൻ്റെ ഏരിയയൊക്കെ നമുക്ക് വേണം സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഗ്ലാസ്സൊക്കെ ഇട്ട് ആ ഒരു പോർഷൻ അങ്ങനെ നൽകിയിരിക്കുന്നു. അപ്പോൾ വീട് ഏകദേശം നിങ്ങൾ കണ്ടു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ല്. നമുക്ക് ബാൽക്കണിയും വെളിയിലത്തെ ഓപ്പൺ ടെറസും ബാൽക്കണിയും എല്ലാം ഒന്ന് കാണാം. ഇതാണ് ബാൽക്കണി. ഈ സൈഡ് നമുക്ക് നന്നായി തന്നെ ഓപ്പൺ ചെയ്ത് കിടപ്പുണ്ട്. ഇതാണ് വീടിൻ്റെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നുള്ള വ്യൂ. നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ വീടിൻ്റെ ആ പണികളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വില വിവരങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിലും തമ്പനയിലും കൊടുത്തിട്ടുണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, വിലയും വിവരങ്ങളും ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനും തമ്പനയിലും കൊടുത്തിട്ടുണ്ടാവും. ഒറക്കൽ ജംഗ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിൻ്റെ അടുത്തുള്ള ജംഗ്ഷനെ പറ്റി പറയുവാണെങ്കിൽ ബാങ്കുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ലഭിക്കുന്ന കടകളുണ്ട്, മീൻ കടകളൊക്കെ. അതുപോലെ തന്നെ അമ്പലങ്ങൾ, അതുപോലെ അമ്പലമൊക്കെ വളരെ കൊണ്ട് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ യാത്രകൾ തന്നെയുണ്ട്. പിന്നെ മൺറാട് പള്ളിയെ പറ്റി ഞാൻ എടുത്തു പറയേണ്ടതായിട്ടില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന വിശ്വപ്രസിദ്ധമായ മൺറാട് പള്ളി, 8 നോയമ്പുകളൊക്കെ നടക്കുന്ന പള്ളികളെല്ലാം ഈ ഒരു പ്രോപ്പർട്ടിയുമായിട്ട് 2-3 കിലോമീറ്റർ അടുത്തായിട്ട് തന്നെയാണ്. പിന്നെ കാവമ്പടി ക്ഷേത്രം, കുമ്പോടമൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങൾ. അപ്പോൾ ഞാൻ ഇനി കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതുകൊണ്ട് കൂട്ടുകാരാണെങ്കിലും അല്ലെ എൻ്റെ ഈ സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്നാ അറിയോ, അടുത്തൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നിങ്ങൾക്ക് വീടുകൾ അന്വേഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ വീടുകൾ വേണ്ടവർക്കൊക്കെ നമുക്കൊരു പ്രയോജനമാവും. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. നിങ്ങളോട് ഒരു റിക്വസ്റ്റ് മാത്രമാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ ബെല്ലൈക്കൺ ഞെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ ലഭിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അല്ല സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ വീടുകൾ വിൽക്കാനുണ്ടെങ്കിൽ, പഴയ വീടുകളൊക്കെ വിൽക്കാനോ പുതിയതൊക്കെ ആയിട്ടുള്ള വീടുകൾ വിൽക്കാനുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും കോൺട്രാക്ടേഴ്സായിട്ടുള്ള ആൾക്കാരും അതുപോലെ ബിൽഡേഴ്സായിട്ടുള്ള ആൾക്കാരും ഒക്കെ നിങ്ങൾക്ക് വീടുകൾ നിങ്ങളുടെ അറിവിൽ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് അത് നല്ലൊരു വിലയൊക്കെ വാങ്ങിച്ച് നൽകുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേയും എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.